കശ്മീർ നിയമസഭയിൽ പ്രത്യേക സമ്മേളനം ചേരുകയാണ്. പഹൽഗാമിൽ ഭീകരരുടെ ആക്രമണത്തിന് കൊല്ലപ്പെട്ടവർക്കുള്ള ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് നിയമസഭ ചേരുന്നത്. വിവരങ്ങളുമായി ബസന്ത് ചേരുന്നുണ്ട്. നിയമസഭയുടെ ഒരു ആദരാഞ്ജലിയാണ് മരണപ്പെട്ടവർക്ക് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തെല്ലാമാണ് വിശദാംശങ്ങൾ ബസന്ത്? മാർഷൽ, അല്പസമയം മുമ്പാണ് കശ്മീർ നിയമസഭ ചേർന്ന് തുടങ്ങിയത്. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഇന്ന് പഹൽഗാമിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഒരു പ്രമേയം ഇന്ന് സഭ അംഗീകരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് പഹൽഗാമിലെ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിക്കുന്നത് ഡെപ്യൂട്ടി മുഖ്യമന്ത്രി സുരീന്ദർ കുമാർ ചൗധരിയാണ്. കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ള നയതന്ത്ര നടപടികളെ പൂർണ്ണമായും അംഗീകരിക്കുന്നു എന്നാണ് ഇപ്പോൾ ജമ്മു കാശ്മീർ നിയമസഭ പറയുന്നത്. മാത്രമല്ല, കശ്മീരിയത്തിനെതിരെയുള്ള ഒരു ആക്രമണം, കശ്മീരിയത്തിന് നേർക്കുള്ള ഒരു കടന്നാക്രമണം എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ പ്രമേയം ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദിൽ ഷായ്ക്ക് സഭ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് പാകിസ്ഥാൻ്റെ പേരെടുത്ത് പറഞ്ഞുള്ള ഒരു പ്രമേയമല്ല എങ്കിലും കേന്ദ്ര സർക്കാർ സ്വീകരിച്ച എല്ലാ നയതന്ത്ര നടപടികൾക്കും മറ്റ് നടപടികൾക്കും സഭ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം തന്നെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ഇത്തരം നടപടികൾക്കെതിരെ എല്ലാവരും കരുതലോടെ ഇരിക്കണം എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായും ഈ 3 പേജുള്ള പ്രമേയത്തിൽ പറയുന്നത്. സഭയിൽ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയാണ് ഈ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. സഭ ഈ പ്രമേയം അംഗീകരിക്കുന്നതോടെ സഭാ നടപടികൾ ഇന്ന് പൂർത്തിയാവുകയും ചെയ്യും.